നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബത്തേരി ഡോൺ ബോസ്കോ കോളേജ് ആക്രമണം 200 പേർക്കെതിരെ കേസ്. 13 ഡിവൈഎഫ്ഐ SFI പ്രവർത്തകർ അറസ്റ്റിൽ. KCYM പ്രവർത്തകർ ബത്തേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പ്രതികളെ പിടിച്ചില്ലെങ്കിൽ നാളെ പഠിപ്പ് മുടക്കുമെന്ന KCYM. പ്രതിഷേധം പുകയുന്നു. വിവിധ മത രാഷ്ട്രീയ നേതാക്കൾ പ്രതികരണവുമായി രംഗത്ത്. അനധികൃത മാലിന്യ നിക്ഷേപം തടഞ്ഞ നഗരസഭാ ജീവനക്കാരനെ ആക്രമിച്ച സംഭവം പ്രതി അറസ്റ്റിൽ. സ്ഫോടക വസ്തു കടത്തിയ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ചീരാൽ കരിങ്കാളിക്കുന്ന് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ രോഗികളും ജീവനക്കാരും തമ്മിൽ സംഘർഷം മരുന്ന് വിതരണത്തെ ചൊല്ലി. നഴ്സുമാരുടെ സമരത്തിന് FRF പിന്തുണ. വേലിയമ്പം ഇരുമുക്കി കോളനിയിൽ ആദിവാസി യുവാവിനും കുടുംബത്തിനും കക്കൂസുമുറിയിൽ അന്തിയുറക്കം. 2 മാസം മുമ്പ് വയനാട് ന്യൂസ് റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ ഇതുവരെ നടപടിയില്ല. ആദിവാസി യുവാവിന്റെ ഗോത്രഭാഷാ നിഘണ്ടു മലയാളം സർവകലാശാല പ്രസിദ്ധീകരിക്കും. ഇത്തവണ മാനന്തവാടി വള്ളിയൂർക്കാവിലും കർക്കിടക വാവിന് ബലിതർപ്പണം. വാർത്തകൾ വിശദമായി. ബത്തേരി ഡോൺ ബോസ്കോ കോളേജ് ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട 13 ഡിവൈഎഫ്ഐ SFI പ്രവർത്തകർ അറസ്റ്റിൽ. വധശ്രമം, സ്ത്രീകളെ ഉപദ്രവിക്കൽ, കലാപമുണ്ടാക്കാൻ ശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ബത്തേരി പോലീസ് ഇവർക്കെതിരെ കേസെടുത്തു. ഇന്നലെ കോളേജിൽ നടന്ന ആക്രമണ സംഭവത്തിൽ പോലീസ് നിഷ്ക്രിയരായി നോക്കിനിന്ന ആരോപണം ശക്തമായി തുടരുന്നതിനിടെയാണ് ഇവരെ പിടികൂടിയത്. കണ്ടാലറിയാവുന്ന 200 പേർക്കെതിരെയാണ് കേസ്. ബത്തേരി ഡോൺ ബോസ്കോ കോളേജിലും അനുബന്ധ ചാപ്പലിലും SFI പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിന് പോലീസ് ഒത്താശ ചെയ്തുവെന്നാരോപിച്ച് KCYM മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിൽ ബത്തേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് രൂപത ഡയറക്ടർ ഫാദർ ലാൽ തേനുങ്കൽ ഉദ്ഘാടനം ചെയ്തു. രൂപത പ്രസിഡന്റ് ലിജു മുട്ടുങ്കൽ അധ്യക്ഷനായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ വ്യാഴാഴ്ച ബത്തേരി താലൂക്കിൽ പഠിപ്പ് മുടക്ക് നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു. ബത്തേരി ഡോൺ ബോസ്കോ കോളേജിൽ കഴിഞ്ഞ ദിവസം SFI നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമായി തുടരുന്നു. വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് പുറമെ മലമേലധ്യക്ഷന്മാരും കോളേജ് സന്ദർശിച്ചു. കോളേജും ചാപ്പലുകളും അടിച്ചു തകർത്തവരെ പിടികൂടി മാതൃകാപരമായി ശിക്ഷ നൽകണമെന്നും ആവശ്യം. കഴിഞ്ഞ ദിവസം SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബത്തേരി ഡോൺ ബോസ്കോ കോളേജിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമാവുകയും കോളേജ് അടിച്ചു തകർക്കുകയും ചെയ്ത സംഭവത്തിലാണ് പ്രതിഷേധം ശക്തമായി തുടരുന്നത്. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുത്ത് മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് ആവശ്യം. കോളേജിലെ ജനൽ ചില്ലുകളും കമ്പ്യൂട്ടറുകളും മറ്റും തകർത്തതിനു പുറമെ കോളേജിനോടനുബന്ധിച്ചുള്ള 2 ചാപ്പലുകളും തകർത്തതും ഡോൺ ബോസ്കോ പ്രതിമയ്ക്ക് കേടുപാടുകൾ സംഭവിപ്പിച്ചതും പ്രതിഷേധം ശക്തമാക്കാൻ കാരണമായിട്ടുണ്ട്. ഇന്ന് രാവിലെ UDF ബത്തേരി നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ കോളേജിൽ സന്ദർശനം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് BJP നേതാക്കളും കേരള കോൺഗ്രസ് M നേതാക്കളും കോളേജിൽ സന്ദർശനം നടത്തി. കോളേജിൽ അക്രമം അഴിച്ചുവിട്ടവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. മാനന്തവാടി ബത്തേരി രൂപതാധ്യക്ഷന്മാരും കോളേജിലെത്തി തങ്ങളുടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. കൂടാതെ വിവിധ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ പ്രവർത്തകരും കോളേജ് സന്ദർശിച്ചു. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ നാളെ ബത്തേരി താലൂക്കിൽ പഠിപ്പ് മുടക്കി സമരം നടത്തുമെന്ന് KCYM മാനന്തവാടി രൂപത നേതാക്കൾ അറിയിച്ചു. വയനാട് ന്യൂസ്, ബത്തേരി. SFI പ്രവർത്തകരുടെ ആക്രമണത്തിന് ഇരയായ ബത്തേരി ഡോൺ ബോസ്കോ കോളേജ് വിവിധ രാഷ്ട്രീയ നേതാക്കളും മതമേലധ്യക്ഷന്മാരും സന്ദർശിച്ചു. പ്രതികരണങ്ങളിലേക്ക്. ജനലുകളും കഥകളും തകർത്തതും അതുപോലെ തന്നെ മതവിശ്വാസത്തിന് തടസ്സമുണ്ടാക്കുന്നതുമായിട്ടുള്ള കാര്യം നമ്മളുടെ വളരെയേറെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. അത് ഒരിക്കലും ഒരു വിദ്യാർത്ഥികളും പ്രതീക്ഷിക്കുന്നതല്ല. ഇനി അപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത് എന്ന് പ്രത്യേകമായി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിന് പക്ഷേ നമ്മൾ ആഗ്രഹിക്കാത്ത പല പ്രശ്നങ്ങൾക്കും കാരണമായി തീരുമാനമായിട്ടുള്ള സാധ്യത. അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പിന്നിലുള്ളവരെ കണ്ടെത്തണം, മാതൃകാപരമായി ശിക്ഷ കൊടുക്കണം. ഈ കോളേജ് എത്രയും പെട്ടെന്ന് വീണ്ടും ഇവിടെ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കായി തുറന്നു കൊടുക്കത്തക്ക ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ കാരണം ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പോലീസ് ഒരു കാരണവശാലും കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കാൻ പാടില്ല. പോലീസ് അവരുടെ ചുമതല നിർവഹിക്കണം. ഭരണമാരാണെങ്കിലും ഈ മാതിരിയുള്ള സന്ദർഭങ്ങളിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്ന പോലീസ് വെറും കാഴ്ചക്കാരെ പോലെ നോക്കിയിരുന്നു എന്നുള്ളത് തികച്ചും നിർഭാഗ്യകരമായി പോയി. തികച്ചും പൈശാചികവും നിന്ദ്യവുമായിട്ടുള്ള പരിപാടികളാണ് ഇവിടെ നടത്തിയത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നേരെ ഇത്ര ക്രൂരമായിട്ടുള്ള അക്രമം ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൻ്റെ സംശയം.
ഇവിടെ നോക്കി കണ്ടുകൊണ്ട് ഇവിടെ പോലീസുകാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ പോലീസുകാരുടെ നിഷ്ക്രിയത്വം പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടുള്ള നിഷ്ക്രിയത്വമാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്നുള്ളതാണ് തോന്നുന്നത്. ആ തരത്തിൽ ഇവിടെ നിഷ്ക്രിയത്വം കാണിച്ചുള്ള പോലീസ്, ആ പോലീസിൻ്റെ നടപടികളും എതിർക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ജാതി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ദേവാലയങ്ങൾക്കും പ്രാർത്ഥനാലയങ്ങൾക്കും നേരെയുള്ള അക്രമം ഒരിക്കലും വെച്ചുറപ്പിക്കാൻ കഴിയില്ല എന്നും ഇതിനെ ശക്തമായി സമരപരിപാടികളുമായി കമ്മിറ്റിയോട് മുമ്പോട്ട് പോകുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ മക്കളിവിടെ എക്സാമിനേഷൻ എഴുതാൻ വന്ന കുട്ടികൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അധികാരത്തിന്റെ ഹുങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടുകൂടി SFI നടത്തുന്ന ഈ തെമ്മാടിത്തരം, ഈ ഗുണ്ടാ വിളയാട്ടത്തിനെതിരെ അതിശക്തമായി ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. കൽപ്പറ്റ നഗരസഭ ജീവനക്കാരെ കത്തികൊണ്ട് ആക്രമിച്ച് മുറിവേൽപ്പിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കൽപ്പറ്റ തുർക്കി ബസാർ കമറുദ്ദീനെയാണ് കൽപ്പറ്റ SI ജയപ്രകാശും സംഘവും അറസ്റ്റ് ചെയ്തത്. കൽപ്പറ്റ നഗരസഭയുടെ വെള്ളാരംകുന്ന് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ പരിശോധനയ്ക്കെത്തിയ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജുവിനെ കത്തികൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയായ തുർക്കി ഇരുമ്പുപറമ്പിൽ കമറുദ്ദീനെയാണ് കൽപ്പറ്റ SI ജയപ്രകാശും സംഘവും അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഇതിനുശേഷം ഒളിവിൽ പോയ കമറുദ്ദീനെ ഇന്ന് രാവിലെ പോലീസ് പിടികൂടുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 11:30 വെള്ളാരംകുന്നിലേക്ക് മാലിന്യവുമായി എത്തിയ ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ കമറുദ്ദീനോട് ആ സമയത്ത് അവിടെ പരിശോധനയ്ക്കായി എത്തിയ നഗരസഭ ആരോഗ്യവകുപ്പ് ജീവനക്കാരായ ഹെൽത്ത് ഇൻസ്പെക്ടറും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും തർക്കത്തിലാവുകയായിരുന്നു. നിശ്ചിത സ്ഥലത്തല്ലാതെ മാലിന്യം മറ്റിടത്ത് നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം ഉടലെടുത്തത്. തുടർന്ന് കമറുദ്ദീൻ അരയിൽ കരുതിയിരുന്ന കത്തിയെടുത്ത ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി. സംഭവത്തിൽ JHI ബിജുവിന് കൈവിരലുകൾക്ക് മുറിവേൽക്കുകയും ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. പിന്നീട് കൽപ്പറ്റയിലെ ഇറച്ചിവെട്ടുകാരനായ പ്രതി ഒളിവിൽ പോവുകയും ചെയ്തു. കൽപ്പറ്റ SI ജയപ്രകാശും സംഘവും 2 ദിവസമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇന്ന് രാവിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ സർക്കാർ ജീവനക്കാരന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ആക്രമിച്ച് മുറിവേൽപ്പിച്ചതിനും കേസെടുത്തിട്ടുണ്ട്. വയനാട് ന്യൂസ്, കൽപ്പറ്റ. ബത്തേരിയിൽ സ്ഫോടക വസ്തു പിടികൂടിയ സംഭവം തുടരന്വേഷണത്തിന്റെ ഭാഗമായി 5 പ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. കൂടുതൽ അന്വേഷണത്തിനായി പ്രതികളെയും കൊണ്ട് അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് തിരിച്ചു. ജില്ലാ ക്രൈം ഡിറ്റാച്ച്മെന്റ് DYSPയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല. ബത്തേരി മുത്തങ്ങയിൽ വെച്ച് സ്ഫോടക വസ്തു പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്ത 5 പ്രതികളെയും തുടരന്വേഷണത്തിനായി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. ലോറി ഡ്രൈവർ സത്യനേശൻ, ക്ലീനർ കൃഷ്ണകുമാർ, പൈലറ്റ് കാറിലെത്തിയ സുരളിരാജൻ, രംഗനാഥൻ എന്നിവരെയാണ് 5 ദിവസത്തെ കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെയാണ് ഇവരെ കേസന്വേഷിക്കുന്ന ജില്ലാ ക്രൈം ഡിറ്റാച്ച്മെന്റ് DYSP PV സുരേന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. ഇതിൽ സ്ഫോടക വസ്തു കടത്തിയതിൽ മുഖ്യകണ്ണിയെന്ന് സംശയിക്കുന്ന തമിഴ്നാട് മധുര സ്വദേശി സുരളിരാജൻ, രംഗനാഥൻ, ലോറി ക്ലീനർ കൃഷ്ണകുമാർ എന്നിവരുമായി അന്വേഷണ സംഘം ലോറിയിൽ ലോഡ് കയറ്റിയെന്ന് പറയുന്ന ബാംഗ്ലൂരുവിലേക്ക് തിരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ലോഡ് എവിടെ നിന്നും കയറ്റി, സ്ഫോടക വസ്തുക്കളുടെ ഉദ്ഭവസ്ഥാനം, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ പങ്കാളികളാണോ എന്നീ കാര്യങ്ങളാണ് സംഘത്തിന്റെ അന്വേഷണ പരിധിയിലുള്ളതെന്നാണ് അറിയുന്നത്. മറ്റു 2 പേർ ബത്തേരി സ്റ്റേഷനിലാണ് ഉള്ളത്. കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് അടുത്ത ദിവസം തിരിച്ച് കോടതിയിൽ ഹാജരാക്കും. വയനാട് ന്യൂസ്, ബത്തേരി. ചീരാൽ കരിങ്കാളിക്കുന്ന് ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിൽ രോഗികളും ജീവനക്കാരും തമ്മിൽ മരുന്ന് വിതരണത്തെ ചൊല്ലി സംഘർഷം. രോഗികൾക്ക് മരുന്ന് നൽകുന്നില്ലെന്ന പരാതിയിലാണ് സംഘർഷത്തിൽ കലാശിച്ചത്. എന്നാൽ ഡോക്ടറില്ലാത്ത ദിവസങ്ങളിൽ രോഗികൾക്ക് മരുന്ന് നൽകാൻ അധികാരമില്ലെന്നാണ് ജീവനക്കാരുടെ നിലപാട്. നെന്മേനി പഞ്ചായത്തിലെ കരിങ്കാളിക്കുന്ന് ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലാണ് രോഗികളും ഹോസ്പിറ്റൽ ജീവനക്കാരുമായി ഇന്ന് രാവിലെ സംഘർഷമുണ്ടായത്. ഡോക്ടർ ഇല്ലാത്ത ദിവസങ്ങളിൽ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് മരുന്ന് വിതരണം ചെയ്യുന്നില്ല. ഇക്കാരണത്താൽ രോഗികൾ തിരികെ പോകേണ്ടി വരികയാണ്. ജീവനക്കാർ ചില ആളുകൾക്ക് മാത്രം മരുന്ന് നൽകി എന്നാരോപിച്ചുണ്ടായ വാക്തർക്കമാണ് സംഘർഷമായത്. ഡോക്ടർ സംബന്ധമായ കാര്യങ്ങൾക്ക് ചിലപ്പോൾ കോൺഫറൻസ് കാര്യങ്ങൾക്ക് ഡോക്ടർ പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഇല്ലാത്ത സമയത്ത് ഒരു വിഭാഗത്തിന് മാത്രം മരുന്ന് കൊടുക്കുകയും മറ്റൊരു വിഭാഗത്തിന് മരുന്ന് കൊടുക്കുകയില്ല എന്ന് പറയുന്ന അനീതി ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു ജനങ്ങൾ ആശ്രയിക്കുന്ന ഈ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ ഈ കരിങ്കാളിക്കുന്ന് പ്രദേശത്തുള്ള ആളുകൾ അനുവദിക്കില്ല. ഞായറാഴ്ച തുറന്നിട്ടുണ്ട് ആസ്പത്രി. എന്നിട്ട് ഡോക്ടർ പറഞ്ഞ ചീട്ട് കൊണ്ടുവന്നാൽ മരുന്നായിരുന്നു പറഞ്ഞു. ഞാൻ ആ ചീട്ട് കൊണ്ടുവന്നപ്പോൾ ആ ബൈക്കും മരുന്ന പെണ്ണും തുറന്നറിയോ, അകലക്കാർക്ക് മരുന്ന് കൊടുക്കണമെന്ന്. അടുത്ത ചേച്ചിക്ക് മരുന്ന് വരില്ല എന്ന്. എന്നാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ചിലർക്ക് മരുന്ന് നൽകിയതെന്ന് ജീവനക്കാർ പറഞ്ഞു. ഡോക്ടർ ഇല്ലാത്ത ദിവസങ്ങളിൽ കഷായം മാത്രമാണ് വിതരണം ചെയ്യുന്നത്. ബത്തേരി പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കി. ഞങ്ങൾ ഡോക്ടറെ വിളിച്ചു ചോദിച്ചപ്പോൾ ഡോക്ടർ അയാളോട് ഇങ്ങനെ ഏതൊക്കെ മെഡിസിനാണ് മുമ്പ് എഴുതിയതെന്നൊക്കെ ചോദിച്ചിട്ട് അത് റിപ്പീറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ DMO മീറ്റിംഗിലായതുകൊണ്ട് വരാനില്ല. അപ്പൊ അയാൾക്ക് കൊടുത്ത് നമ്മൾ വിട്ടു. അപ്പൊ അതിനുശേഷം ഇവര് റെഗുലറായി ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ വന്നവരായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പൊ അവർക്കത് പറ്റിയില്ല.
ആശുപത്രി പ്രവർത്തനത്തെക്കുറിച്ച് പരാതികൾ ലഭിച്ചിട്ടില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. AP ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ. നഴ്സുമാർ നടത്തുന്ന സമരങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് FRF. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർക്ക് നിലവിൽ തുച്ഛമായ വേതനമാണ് ലഭിക്കുന്നത്. അടിസ്ഥാന ശമ്പളം 20,000 രൂപയാക്കണമെന്നും FRF ജില്ലാ സെക്രട്ടറി AC തോമസ് ആവശ്യപ്പെട്ടു. ഇത്ര ദിവസം സമരം നടത്തിയിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വ്യക്തമായ ഒരു ശമ്പളത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഇപ്പോഴും പറയുന്നത് 20,000 രൂപ വരെ കൊടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം ഇവിടുത്തെ സർക്കാർ ആസ്പത്രികളിലെ നഴ്സുമാർക്കൊക്കെ തന്നെ അടിസ്ഥാന ശമ്പളം 21,000-25,000 രൂപ അടിസ്ഥാന ശമ്പളം കൊടുക്കുമ്പോഴും അതിൽ കൂടുതൽ 24 മണിക്കൂറോളം പണിയെടുക്കുന്ന നഴ്സുമാർക്ക് കേവലം 7,000-8,000 രൂപയാണ് ഇന്ന് ആസ്പത്രിയിൽ കൊടുക്കുന്നുണ്ട്. അത് ഏറ്റവും ചുരുങ്ങിയത് അവരാവശ്യപ്പെടുന്നത് പോലെ തന്നെ 20,000 രൂപ ഏറ്റവും ചുരുങ്ങിയ ശമ്പളവും അതിനനുസരിച്ചുള്ള അലവൻസുകളും മെത്തകളൊക്കെ തന്നെ കൊടുക്കണമെന്നാണ് ഫാർമസി ഫോറത്തിൻ്റെ വയനാട് ജില്ലാ കമ്മിറ്റി അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. നഴ്സുമാരുടെ എല്ലാവിധ സമരത്തിലും ഫാർമസി ഫോറത്തിൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കുമെന്ന് അറിയിക്കുകയാണ്. വിദ്യാഭ്യാസ വായ്പയെടുത്ത് കടക്കണിയിലായ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ജില്ലാ കൺവെൻഷൻ ബത്തേരിയിൽ സംഘടിപ്പിച്ചു. വായ്പ സമ്പൂർണ്ണമായി സർക്കാർ ഏറ്റെടുക്കുക, റവന്യൂ റിക്കവറി നടപടികൾ അവസാനിപ്പിക്കുക, കോടതിയിൽ ഫയൽ ചെയ്ത മുഴുവൻ കേസുകളും ബാങ്കുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങളും കൺവെൻഷൻ ഉന്നയിച്ചു. ടിപ്പു സുൽത്താൻ പ്ലേസിൽ കൺവെൻഷൻ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി AC മിനി ഉദ്ഘാടനം ചെയ്തു. VK സദാനന്ദൻ അധ്യക്ഷനായിരുന്നു. PK ഭഗത്, K ജോയി, AC തോമസ്, ഇമാമുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്ര നന്മയ്ക്കുതകുന്ന വിധത്തിൽ മാനവ വിഭവശേഷി ശക്തിപ്പെടുത്താൻ വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങണമെന്ന് OR കേളു MLA. മാനന്തവാടി ഗവൺമെന്റ് കോളേജിൽ ലോക ജനസംഖ്യാ ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് T ഉഷാകുമാരി അധ്യക്ഷയായിരുന്നു. പുതിയ പ്രവണതകൾ, പുതിയ പ്രതീക്ഷകൾ, ഉത്തരവാദിത്തോടുകൂടി കുടുംബാസൂത്രണം നടത്തൂ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R വിവേക് കുമാർ മുഖ്യപ്രഭാഷണവും ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ B അഭിലാഷ് ദിനാചരണ സന്ദേശവും നൽകി. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ N മനോജ് കുമാർ, എടവക ഗ്രാമപഞ്ചായത്ത് മെമ്പർ CC ജോൺ, ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർമാരായ ബേബി നാപ്പള്ളി, ഹംസ ഇസ്മാലി, NSS പ്രോഗ്രാം ഓഫീസർ AK സുമേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സെമിനാറിൽ ജനസംഖ്യയും കുടുംബക്ഷേമ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ KS അജയൻ, ജില്ലാ മാസ് മീഡിയ ഓഫീസർ KP സാദിഖ് അലി എന്നിവർ ക്ലാസ് എടുത്തു. ഇത് പറയുമ്പോൾ നമുക്കൊരു നാണം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. ഈ കോളേജ് തെരഞ്ഞെടുത്തതിന് പ്രധാന ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത് വളരെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചത്. കാരണം നിങ്ങളൊക്കെ മെച്യൂറായിട്ടുള്ള ഒരു പുതിയ ഒരു തലമുറയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരെന്ന നിലയ്ക്ക് തന്നെയാണ് ഈ ക്ലാസ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. വയനാട് ന്യൂസ്, മാനന്തവാടി. തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളുടെ കൂലി സമയബന്ധിതമായി വിതരണം ചെയ്യാത്തതിലും നഗരസഭാ ഭരണസമിതിയുടെ സ്വജനപക്ഷപാതത്തിലും ദൂർത്തിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ മാനന്തവാടിയിൽ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി. IC ബാലകൃഷ്ണൻ MLA സമരം ഉദ്ഘാടനം ചെയ്തു. LDF ഭരണസമിതി നഗരസഭാ ഭരണത്തെ തീർത്തും രാഷ്ട്രീയവൽക്കരിച്ചെന്നും CPIM പാർട്ടി കമ്മിറ്റികളാണ് ഭരണം നിയന്ത്രിക്കുന്നതെന്നും MLA കുറ്റപ്പെടുത്തി. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്കായി 2 കോടി രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും 50 ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ ചെലവഴിച്ചത്. ഇത് മാനന്തവാടി പ്രദേശവാസികളോടുള്ള കൊടിയ വഞ്ചനയാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ കുറ്റപ്പെടുത്തി. UDF സർക്കാരിന്റെ കാലത്ത് ഏറെ സ്തുത്യർഹമായ രീതിയിൽ നൽകി വന്നിരുന്ന പെൻഷൻ 40% നിലവിലെ സർക്കാർ വെട്ടിക്കുറച്ചു. എന്നാൽ നഗരസഭയിൽ പെൻഷൻ വെട്ടിക്കുറച്ചത് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ്. അർഹരായ പലർക്കും പെൻഷൻ നൽകാൻ നഗരസഭ തയ്യാറാകുന്നില്ല. നഗരസഭ വരുന്നതിന് മുമ്പ് പഞ്ചായത്ത് ഭരണം കൈയാളിയിരുന്ന UDF ഗ്രാമീണ റോഡുകളും മറ്റും നല്ല രീതിയിൽ സംരക്ഷിച്ചു പോന്നിരുന്നുവെന്ന് IC ബാലകൃഷ്ണൻ പറഞ്ഞു. ഇന്ന് ഈ ടൗണ് ചീനി നാറുകയാണ്. മാത്രമല്ല, അന്ന് ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കേരളം ഭരിക്കുന്ന സമയത്ത് അന്നിത് പഞ്ചായത്തായിരുന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഈ ഗ്രാമത്തിലെ മുഴുവനും വാർഡുകളിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുവാനും അവരുടെ കുടുംബത്തിലെ പട്ടിണി അകറ്റുവന്നതിനു വേണ്ടിയാണ് ആ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. മുനിസിപ്പാലിറ്റി വന്നപ്പോൾ അയ്യങ്കാളിയായി മാറി. അയ്യങ്കാളി പദ്ധതി അട്ടിമറിക്കപ്പെട്ടിരിക്കുക. LDF ഭരണം കൈയാളുന്ന മാനന്തവാടി നഗരസഭയുടെ 1 വർഷം പൂർത്തിയാകുമ്പോഴും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഏതെങ്കിലും മാതൃക വികസന പദ്ധതി തയ്യാറാക്കാനോ
അതിനുവേണ്ടി ആസൂത്രണ യോഗം വിളിക്കാനോ ഭരണപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന് MLA കുറ്റപ്പെടുത്തി. സണ്ണി ചാലിൽ മണ്ഡലം പ്രസിഡന്റ് ഡെന്നിസൺ കണിയാരം, അഡ്വക്കേറ്റ് NK വർഗീസ്, സെക്കൻഡി മൊയ്തൂട്ടി, ജേക്കബ് സെബാസ്റ്റ്യൻ, PG ജോർജ്, TA റെജി, പ്രഭാകരൻ മാസ്റ്റർ തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. വയനാട് ന്യൂസ്, മാനന്തവാടി. ജനങ്ങളെ കരയിപ്പിക്കുന്ന സർക്കാരിനെ ജനങ്ങൾ കരക്കിരുത്തുമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. ഇസ്മായിൽ. നിയോജകമണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാനന്തവാടി താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. താലൂക്ക് ഓഫീസ് പരിസരത്ത് മാർച്ച് പോലീസ് തടഞ്ഞു. മാനന്തവാടി, വെള്ളമുണ്ട, തലപ്പുഴ, തിരുനെല്ലി SI-മാരുടെ നേതൃത്വത്തിൽ സപ്ലൈ ഓഫീസിനടുത്ത് കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. റേഷൻ കാർഡുകളിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. റേഷൻ കാർഡിലെ പരാതി സ്വീകരിക്കാൻ റേഷൻ ഷാപ്പുകളിൽ പ്രത്യേക സംവിധാനം ഒരുക്കണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു. നിയോജക മണ്ഡലം പ്രസിഡന്റ് യൂനസ് അലി പനമരം അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി ഹുസൈൻ കുഴിനിലം, പടയൻ മുഹമ്മദ്, PK അസ്മത്ത്, കടവത്ത് മുഹമ്മദ്, C. കുഞ്ഞബ്ദുള്ള, ഹാരിസ് പടിഞ്ഞാറത്തറ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, മാനന്തവാടി. പുൽപ്പള്ളി വേലിയമ്പം ഇരുമുക്കി കോളനിയിൽ കാട്ടുനായ്ക്ക് കോളനിയിൽ 1 വയസ്സുള്ള കുഞ്ഞിനൊപ്പം ആദിവാസി യുവാവും ഭാര്യയും അന്തിയുറങ്ങുന്നത് ചോർന്നൊലിക്കുന്ന കക്കൂസിൽ. താമസിക്കാൻ മറ്റു മാർഗമില്ലാതെ മുത്തച്ഛന്റെ കാരുണ്യത്തിൽ കക്കൂസ് മുറിയിൽ ജീവിക്കുന്ന അനീഷിന്റെ കുടുംബ ദുരിതം 2 മാസം മുമ്പ് വയനാട് ന്യൂസ് റിപ്പോർട്ട് ചെയ്തതാണ്. മനുഷ്യാവകാശ കമ്മീഷൻ പ്രശ്നത്തിൽ ഇടപെട്ടതായി വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും അനീഷ് അന്തിയുറങ്ങുന്നത് കക്കൂസിൽ. പുൽപ്പള്ളി നടവയൽ റോഡിൽ നെയ്ക്കുപ്പ വനാതിർത്തിയിലെ കോളനിയിൽ മുത്തച്ഛൻ്റെ കരുണയിൽ കിട്ടിയ കക്കൂസ് മുറി പോലും ഇപ്പോൾ ചോർന്നൊലിക്കുകയാണ്. ക്ലോസറ്റിൽ മണ്ണ് നിറച്ച് മേൽഭാഗം മെഴുകി കിടക്കയാക്കി അനീഷും കുടുംബവും അതിന്മേലാണ് അന്തിയുറങ്ങുന്നത്. ഇതിന് പുറത്ത് നൂർന്നു മാത്രം കയറാൻ കഴിയുന്ന പ്ലാസ്റ്റിക് കൊണ്ട് മറച്ച അടുക്കളയിലാണ് പാചകവും മറ്റും. പൊതുപ്രവർത്തകരും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമെല്ലാം ഈ ദുരിതം നേരിൽ കണ്ടതാണ്. മനുഷ്യാവകാശ കമ്മീഷൻ പോലും വിഷയത്തിൽ ഇടപെട്ടതായി വാർത്തയുണ്ടായിരുന്നു. എന്നിട്ടും എന്താണ് പരിഹാര നടപടി ഉണ്ടാകാത്തത് എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ഗോത്രവർഗ ക്ഷേമത്തിൻ്റെയും വികസനത്തിൻ്റെയും പേരിൽ കോടികൾ പുകച്ചു കളയുന്ന ട്രൈബൽ വകുപ്പാണ്. വാർഡ് മെമ്പർ മുതൽ പഞ്ചായത്ത് അധികൃതരും ആദിവാസികളുടെ പേരിൽ വിരാമമില്ലാതെ നാവ് വളയ്ക്കുന്ന പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും അനീഷിൻ്റെ ശൗചാലയ ജീവിതത്തിന് ഉത്തരവാദികളാണ്. സ്വന്തമായി ഭൂമിയില്ലാത്തതുകൊണ്ടാണത്രേ വികസന വിശാരദന്മാർ അനീഷിനെയും ഭാര്യ സന്ധ്യയെയും 1.5 വയസ്സുള്ള മകനെയും കക്കൂസിൽ ജീവിക്കാൻ നിയോഗിച്ചിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് മാറി താമസിക്കണമെന്ന കാട്ടുനായ്ക്ക ആചാരത്തേക്കാൾ നിഷ്ഠൂരമാണ് സ്വന്തമായി ഭൂമിയില്ലാത്തതിനാൽ അനീഷിനെയും കുടുംബത്തെയും കക്കൂസിൽ പാർപ്പിച്ചിരിക്കുന്ന പച്ചപ്പരിഷ്കാരികളുടെ നിലപാടുകൾ. കല്യാണം കഴിച്ചിട്ട് കുടുംബത്തിൽ കഴിയാൻ പറ്റില്ല. അപ്പോൾ വേറെ വീട് വെച്ച് വേറെ താമസിക്കണം എന്നാണ് ഞങ്ങളുടെ നിയമം. അതുകൊണ്ട് ഈ കക്കൂസ് മുറിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാനും എൻ്റെ ഭർത്താവും കുട്ടിയാണ് ഞങ്ങൾ കക്കൂസിൽ കഴിയുന്നത്. എത്ര നാളായി ഇവിടെ കഴിയുന്നത്? 2 വർഷമായി ഇവിടെ കക്കൂസിൽ തന്നെ. അപ്പോൾ ഇടക്കാലത്ത് ഈ കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽ വന്നിരുന്നില്ലേ? അന്ന് എന്താ അവർ പറഞ്ഞിരുന്നത്? അവർ പറഞ്ഞു ഞങ്ങൾ വീടൊക്കെ ശരിയാക്കി തരാം, നിങ്ങൾ വേറെ പോയി കഴിയാനൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞായിരുന്നു. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ആദിവാസി യുവാവിന്റെ ഗോത്രഭാഷാ നിഘണ്ടു മലയാളം സർവകലാശാല പ്രസിദ്ധീകരിക്കുന്നു. വേലിയമ്പം കണ്ടാമല കുറുമ കോളനിയിലെ രാമചന്ദ്രൻ തയ്യാറാക്കിയ വയനാടൻ ഗോത്രഭാഷാ നിഘണ്ടുവാണ് മലയാളം സർവകലാശാല പ്രസിദ്ധീകരിക്കുന്നത്. നിഘണ്ടുവിന്റെ കയ്യെഴുത്തു പ്രതി സർവകലാശാല വൈസ് ചാൻസലർ K. ജയകുമാർ പരിശോധിച്ച് ഭേദഗതികൾ സംബന്ധിച്ച് രാമചന്ദ്രന് നിർദ്ദേശം നൽകി. മലയാള പദങ്ങൾക്ക് സമാനമായ കുറുമ, അടിയ, പണിയ, കാട്ടുനായ്ക്ക, ഊരാളി ഭാഷകളിലെ വാക്കുകൾ ചേർത്ത് തയ്യാറാക്കിയതാണ് നിഘണ്ടു. മലയാളത്തിലെ വീട് കുറുമ ഭാഷയിൽ കുടിയും, അടിയ ഭാഷയിൽ കുള്ളുവും, പണിയ ഭാഷയിൽ പിരയും, കാട്ടുനായ്ക്ക ഭാഷയിൽ മനയും, ഊരാളി ഭാഷയിൽ കീരുമാണ്. ഇത്തരത്തിൽ മലയാള ഭാഷയിൽ ആയിൽ ആരംഭിക്കുന്നത് മുതൽ പദങ്ങൾക്ക് ആദിവാസി ഭാഷയിൽ പ്രയോഗത്തിലുള്ള വാക്കുകളാണ് നിഘണ്ടുവിൽ കൊടുത്തിരിക്കുന്നത്. 6000-ൽ പരം മലയാള വാക്കുകളും അവയ്ക്ക് തുല്യമായ ഗോത്രഭാഷാ പദങ്ങളുമാണ് കയ്യെഴുത്തു പ്രതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതാനും പദങ്ങൾ കൂടി ചേർത്താലേ നിഘണ്ടു നിർമ്മാണത്തിന്റെ പ്രാഥമിക ജോലികൾ പൂർത്തിയാകൂവെന്ന് രാമചന്ദ്രൻ പറഞ്ഞു. കണ്ടാമല കോളനിയിലെ മാധവൻ ദേവി ദമ്പതികളുടെ മകനാണ് 42-കാരനായ രാമചന്ദ്രൻ. SSLC-യാണ് വിദ്യാഭ്യാസ യോഗ്യത. പുൽപ്പള്ളിയിലെ സമാന്തര കോളേജിൽ PDCക്ക് ചേർന്നുവെങ്കിലും പഠനം പൂർത്തിയാക്കാനായില്ല. 10 വർഷം മുൻപാണ് നിഘണ്ടു രചന ആരംഭിച്ചത്. വയനാട്ടിലെ കുറിച്യരുടെ ഒഴികെ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന രാമചന്ദ്രന്
നിഘണ്ടുരചനയിൽ എഴുത്തുകാരനും നിരൂപകനുമായ OK ജോണിയാണ് പ്രചോദനമായത്. നമ്മളിപ്പോൾ നിലവിലിപ്പോൾ സംസാരിക്കുന്ന ഭാഷ അതിൽ ആദ്യം ശബ്ദധാര വരെ അക്ഷരമാല ക്രമത്തിൽ എഴുതിയിട്ട് അടിയ പണിയ കാട്ടുനയക്ക ഉരടി കുറുമ അങ്ങനെ താഴെ അതിൻ്റെ അർത്ഥമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് ഏകദേശം 6000 വാക്കുകളുണ്ട്. ഇപ്പോൾ 6000 വാക്കിൻ്റെ ആ ഒരു പുസ്തകം ആണ് ഇപ്പോൾ പൂർത്തി. കുറച്ച് വർക്കും കൂടി കഴിഞ്ഞാൽ പൂർത്തിയായി. എത്ര വർഷത്തെ ഒരു അധ്വാനമാണ്? ഇപ്പോൾ ഒരു 10 വർഷത്തോളമായി. കഴിയാനായോ? ഒരു 90% വർക്കും കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് വർക്കും കൂടി ഉള്ളൂ. ഇതിന് ചെയ്തിട്ട് എന്താ ചെയ്യുക? ഇതിപ്പം മലയാളം സർവകലാശാലയിൽ നിന്ന് പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞത്. അപ്പോൾ അവരോട് ചെറിയൊരു ഇത് വന്നതുകൊണ്ട് ഇപ്പം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, പഴശ്ശി ഫാർമേഴ്സ് എക്സ്റ്റൻഷൻ ഓർഗനൈസേഷൻ, ആത്മാ വയനാട് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ചക്ക, മാങ്ങ, പഴം ഫെസ്റ്റും കാർഷിക സെമിനാറും വെള്ളമുണ്ട കൃഷിഭവനിൽ നാളെ ആരംഭിക്കും. ഫെസ്റ്റിവൽ നാളെ രാവിലെ 10-ന് OR കേളു MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചക്ക, മാങ്ങ, പഴങ്ങളുടെ പ്രദർശനവും മത്സരങ്ങളും, വിവിധ ഫലവർഗ്ഗങ്ങളുടെ പ്രദർശനങ്ങളും മത്സരങ്ങളും, നടീൽ വസ്തുക്കളുടെ വിൽപ്പന, കാർഷിക സെമിനാറുകൾ, വിദ്യാർത്ഥികൾക്കായി ഉപന്യാസ മത്സരം എന്നിവയാണ് ഫെസ്റ്റിൽ ഉണ്ടാവുക. ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ 10 മണിക്ക് OR കേളു MLA നിർവഹിക്കും. വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. തങ്കമണി അധ്യക്ഷയായിരിക്കും. ചടങ്ങിൽ കിസാൻ കാർഷിക സെമിനാറിന്റെ ഉദ്ഘാടനം മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KJ പൈലി നിർവഹിക്കും. അമ്പലവേൽ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ ഡോക്ടർ സിമി VS അപർണ, NV സുവിച, സുധി കൃഷ്ണൻ, പത്മിനി ടീച്ചർ എന്നിവർ ക്ലാസ് എടുക്കും. വയനാട് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ A. ദേവകി, വയനാട് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഷാജൻ തോമസ്, ആത്മ DPD ഡോക്ടർ ആശ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. ജൂലൈ 13, 14 തീയതികളിൽ വ്യാഴം, വെള്ളി ദിവസങ്ങളിലായി വെള്ളമുണ്ട കൃഷിഭവൻ നഗരിയിൽ 2 ദിവസത്തെ ചക്ക, മാങ്ങ, പഴം ഫെസ്റ്റ് നടത്തപ്പെടും. വയനാട് ന്യൂസ്, മാനന്തവാടി. കൈരളി സ്വാശ്രയ സംഘം, മാനന്തവാടി ജനമൈത്രി പോലീസ്, സെന്റ് മേരീസ് കോളേജ്, സെന്റ് തോമസ് കോളേജ്, ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, VHSC വിദ്യാർത്ഥികൾ സംയുക്തമായി ശുചിത്വ വാരാചരണത്തിന്റെ ഭാഗമായി മാനന്തവാടി നഗര ശുചീകരണം നടത്തി. ബസ് സ്റ്റാൻഡ് പരിസരം മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം വരെ ശുചീകരിച്ചു. OR കേളു MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അധ്യക്ഷൻ VR പ്രവീജ് അധ്യക്ഷനായിരുന്നു. സ്റ്റാർവിൻ സ്റ്റാനി, ശോഭാരാജൻ, ട്രാഫിക് SI NM ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. മലയാളി മജീഷ്യൻസ് അസോസിയേഷൻ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഴക്കാല രോഗ ബോധവൽക്കരണം മാജിക്കിലൂടെ എന്ന പരിപാടി ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 15-ന് രാവിലെ കുപ്പാടി വെള്ളപ്പാട്ട് കോളനിയിൽ പരിപാടിക്ക് തുടക്കം കുറിക്കും. വിവിധ ടൗണുകൾ, സ്കൂളുകൾ, കോളേജുകൾ എന്നിവ കേന്ദ്രീകരിച്ച് മജീഷ്യന്മാരായ ശശി താഴത്തൂർ, JN കുപ്പാടി, NK ശശി, സുനിൽ ബാബു, സുരേഷ് മാത്യു എന്നിവരുടെ നേതൃത്വത്തിൽ പരിപാടികൾ അവതരിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഞങ്ങളുടെ വയനാട്ടിലെ എല്ലാ മജീഷ്യന്മാരും ഒത്തുചേർന്നുകൊണ്ട് മഴക്കാല രോഗ ബോധവൽക്കരണ മാജിക് ഷോ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഞങ്ങൾ കോളനികൾ, ടൗണുകൾ, സ്കൂളുകൾ ഇവ കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത്. അപ്പോൾ മറ്റുള്ള എല്ലാ ബോധവൽക്കരണ പരിപാടികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മാജിക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ്. മാനന്തവാടി ശ്രീ വള്ളിയൂർക്കാവിൽ കർക്കിടക വാവ് ബലി തർപ്പണത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വള്ളിയൂർക്കാവിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം മുതലാണ് വാവിന് ബലിതർപ്പണം സംഘടിപ്പിക്കുന്നത്. ജൂലൈ 23-ന് രാവിലെ 5 മുതൽ 11 മണി വരെയാണ് ബലിതർപ്പണം. ബലിതർപ്പണത്തിന്റെ സുഗമമായ നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ബലിതർപ്പണത്തിന് ആവശ്യമുള്ള സാധന സാമഗ്രികൾ ദേവസ്വം കൗണ്ടറിൽ നിന്ന് ലഭിക്കും. ചടങ്ങിനെത്തുന്നവർക്ക് പ്രഭാത ഭക്ഷണവും ദൂരസ്ഥലങ്ങളിൽ നിന്ന് തലേദിവസം എത്തുന്നവർക്ക് താമസ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് ഓഫീസർ KV നാരായണൻ നമ്പൂതിരി, ട്രസ്റ്റി HO ഗോപി, സംഘാടക സമിതി ചെയർമാൻ MP ബാലകുമാർ, സംഘാടക സമിതി ജനറൽ കൺവീനർ തുണ്ടത്തിൽ വിജയൻ, OK കൊച്ചുകുഞ്ഞ്, പുനത്തിൽ കൃഷ്ണൻ, പുഷ്പ ശശിധരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മന്ത്രിയുടെ നിർദ്ദേശാനുസരണം നിയോഗിച്ചിട്ട് ആചാര്യൻ പറഞ്ഞു കൊടുക്കുന്ന മന്ത്രങ്ങളും അത് ഏറ്റുപറഞ്ഞുകൊണ്ട് വർഷത്തിലൊരിക്കൽ കർക്കിടവാവ് മാത്രമായിട്ടാണ് വള്ളിയൂർക്കാവിൽ ബലിതർപ്പണം നടത്തുവാൻ ഉദ്ദേശിക്കുന്നത്. വയനാട് ന്യൂസ്, മാനന്തവാടി. പ്രധാന വാർത്തകൾ വീണ്ടും. ബത്തേരി ഡോൺ ബോസ്കോ കോളേജ് ആക്രമണം, 200 പേർക്കെതിരെ കേസ്, 13 DYFI SFI പ്രവർത്തകർ അറസ്റ്റിൽ. KCYM പ്രവർത്തകർ ബത്തേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പ്രതികളെ പിടിച്ചില്ലെങ്കിൽ നാളെ പഠിപ്പ് മുടക്കുമെന്ന KCYM. പ്രതിഷേധം പുകയുന്നു.
വിവിധ മത രാഷ്ട്രീയ നേതാക്കൾ പ്രതികരണവുമായി രംഗത്ത്. അനധികൃത മാലിന്യ നിക്ഷേപം തടഞ്ഞ നഗരസഭാ ജീവനക്കാരനെ ആക്രമിച്ച സംഭവം പ്രതി അറസ്റ്റിൽ. സ്ഫോടക വസ്തു കടത്തിയ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ചീരാൽ കരിങ്കാളിക്കുന്ന് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ രോഗികളും ജീവനക്കാരും തമ്മിൽ സംഘർഷം മരുന്ന് വിതരണത്തെ ചൊല്ലി. നഴ്സുമാരുടെ സമരത്തിന് FRF പിന്തുണ. വേലിയമ്പം ഇരുമുക്കി കോളനിയിൽ ആദിവാസി യുവാവിനും കുടുംബത്തിനും കക്കൂസുമുറിയിൽ അന്തിയുറക്കം. 2 മാസം മുമ്പ് വയനാട് ന്യൂസ് റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ ഇതുവരെ നടപടിയില്ല. ആദിവാസി യുവാവിന്റെ ഗോത്രഭാഷാ നിഘണ്ടു മലയാളം സർവകലാശാല പ്രസിദ്ധീകരിക്കും. ഇത്തവണ മാനന്തവാടി വള്ളിയൂർക്കാവിലും കർക്കിടക വാവിന് ബലിതർപ്പണം. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.